السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أما بعد. ഏറ്റവും ആദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, ആദരണീയരായ മുദരിസ് ഉസ്താദ് അവർകളെ, കുമ്പളവെട്ട് ദാറുൽ ഉലൂം മദ്രസയിലെ ഉസ്താദുമാർ, ശാന്തിനഗർ നൂറുൽ ഇസ്ലാം മദ്രസയിലെ ഉസ്താദുമാർ, ജമാഅത്ത് കമ്മിറ്റി നേതാക്കൾ, ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളാകുന്ന കർണാടക മുസ്ലിം ജമാഅത്ത്, SVS ഇതിന്റെ എല്ലാം നേതാക്കൾ, പ്രവർത്തകർ, കൂട്ടുകാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്നും പൂർണ്ണമായ നിലക്ക് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ തുടക്കവും ഒടുക്കവുമെല്ലാം അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലും ഇസ്സത്തിലും സന്തോഷത്തിലും സലാമത്തിലും ആക്കി തരുമാറാകട്ടെ. നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വേദിയിലുണ്ട്. ബുർദയുടെ ഉസ്താദുമാരൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ബുർദക്ക് വേണ്ടി സമയം വിട്ടുകൊടുക്കണമെന്ന നിലക്ക് തന്നെ രണ്ട് വാക്കുകളെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജമാഅത്തിനും നമ്മുടെ നാട്ടിനും സുന്നി പ്രസ്ഥാനത്തിനും മുസ്ലിം ഉമ്മത്തിനും നീണ്ടകാലം നേതൃത്വം നൽകിയ, എല്ലാ നിലക്കും നമ്മെ ആത്മീയമായി വളർത്തിയെടുത്ത, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്ന നമ്മുടെ ആത്മീയ ഗുരു ബഹുമാനപ്പെട്ട ശൈഖുന വ സയ്യിദുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന 2 ദിവസത്തെ പരിപാടിയിൽ വെച്ച് ഒന്നാമത്തെ ദിവസമായ ഇന്ന് ബുർദ മജ്ലിസിലാണ് നാമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ശൈഖുന വ സയ്യിദുന താജുൽ ഉലമാ അവറുകൾ നാമൊക്കെ കണ്ടവരും കൈപിടിച്ചവരും അവരുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരും ദുആയിലൊക്കെ സംബന്ധിച്ചവരാണ്. എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസ് പരിപാടിയിൽ അതിന്റെ സമാപന വേദിയിൽ വരികയും നമുക്ക് ആവശ്യമായ നസീഹത്ത് പറഞ്ഞു തരികയും ദുആ ചെയ്തു തരികയും മറ്റു പല സന്ദർഭങ്ങളിലും പലരും വിളിക്കുന്ന സമയത്ത് പരകുടിക്കോ മറ്റു കാര്യങ്ങൾക്കോ നമ്മുടെ നാട്ടിൽ പല പ്രാവശ്യം വന്നവരാണ്. കൂടാതെ നമ്മുടെ ജമാഅത്തിന്റെ ജനറൽ ബോഡി യോഗത്തിന് മറ്റു കാര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നീണ്ട 40 വർഷത്തിലേറെ കാലം നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകിയ, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ അനുസ്മരണ പരിപാടി അത് നടത്തൽ നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും ഈ പരിപാടി ഇവിടെ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ദിവസം കൊണ്ട് ചുരുക്കിയ പരിപാടി ഈ വർഷം നമ്മുടെ പ്രവർത്തകരൊക്കെ അതുകൂടി തീരുമാനിച്ചു 2 ദിവസം നടക്കട്ടെ. ഒരു ദിവസം ബുർദ മജ്ലിസ് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ അവറുകൾ ഏറ്റവും ആദരിച്ച, ബഹുമാനിച്ച ഒരു മദ്ഹ് കാവ്യമാണ് ബുർദ എന്നുള്ളത്. താനത് ചൊല്ലുകയും മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കുകയും ആ ചൊല്ലുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളുടെ അനുസ്മരണ പരിപാടി നടക്കുമ്പോ ഒരു ദിവസം മദ്ഹ് മജ്ലിസ്, ബുർദ മജ്ലിസ് ഇവിടെ നടക്കണമെന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, എല്ലാ നിലക്കും വളരെ ഉയർന്ന സ്ഥാനത്തെത്തിയ വലിയ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകൾ.
ഇൽമിന്റെ വിഷയത്തിലായാലും തഖ്വയുടെ വിഷയത്തിലായാലും ഇബാദത്തിന്റെ വിഷയത്തിലായാലും എല്ലാ വിഷയത്തിലും വളരെ ഉന്നതി പ്രാപിച്ച വളരെയേറെ ഉന്നതമായ സ്ഥാനത്ത് നാം കണ്ട വലിയ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ ബന്ധപ്പെടാൻ കഴിഞ്ഞ വലിയ ഒരു മഹത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകൾ. ഇൽമിനെ കൂട്ടി പറയേണ്ടതില്ല. എത്രയോ ശിഷ്യഗണങ്ങളെ ഈ സമൂഹത്തിന് പരിശുദ്ധ ദീനിന് വേണ്ടി എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ വലിയ പണ്ഡിതന്മാരാകുന്ന ശിഷ്യന്മാർ നമുക്കറിയാം. നമ്മുടെ കർണാടകയിലും കേരളത്തിലൊക്കെ അറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ് അവറുകൾ. അവിടെ പാണ്ഡിത്യം എന്ത് വലിയ പാണ്ഡിത്യമാണോ! ആ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകളുടെ ശിഷ്യനാണ്. അതുപോലെ ഇന്ന് കർണാടക സമസ്ത ജമിയത്തുൽ മുഅല്ലിമീന്റെ അധ്യക്ഷരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ, വലിയ ശിഷ്യങ്ങളുടെ ഉസ്താദ്, ശിഷ്യന്മാരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ മാണി ഉസ്താദ് അവറുകൾ ശൈഖുനാ താജുൽ ഉലമായുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മർഹൂം വലിയ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം അബ്ബാസ് ഉസ്താദ് മഞ്ഞനാടി അവർ, അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ, അത്തരത്തിലുള്ള ആലിമീങ്ങളെ ഈ സമൂഹത്തിന് സമർപ്പിച്ച വലിയ ഒരു പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവറുകൾ. വളരെ ഇൽമ് സമ്പാദിക്കുകയും ആ ഇൽമനുസരിച്ചുള്ള ജീവിതം നടത്തുകയും ചെയ്ത വലിയ മഹാനാണ്. നമുക്കറിയാം, നാം പറയേണ്ടതില്ല. നമുക്ക് കണ്ടവരാണ്, കേട്ടവരാണ്, അനുഭവിച്ചവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൽമുള്ളത് മാത്രമല്ല, ആ ഇൽമു പോലെ ജീവിച്ച മഹാൻ, താൻ മനസ്സിലാക്കിയ സത്യം, താൻ അറിഞ്ഞ പഠിച്ച ഹഖ് അതാരുടെ മുന്നിലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച വലിയ ഒരു മഹാനായിരുന്നു. നമുക്കറിയാലോ, മറ്റാരുടെയും പേടിയില്ല, ആരെയും ഭയപ്പെട്ടിട്ടില്ല. ഭയപ്പെടേണ്ട അല്ലാഹുവിനെ, യജമാനനായ അല്ലാഹുവിനെ, ഖാലിഖായ സത്താവായ അല്ലാഹുവിനെ വേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച വലിയ ഒരു മഹാനായിരുന്നു. എത്ര വലിയ ആളായാലും പറയേണ്ട കാര്യങ്ങൾ അവിടെ മുന്നിൽ വെച്ച് പറയും, അതിലൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞാൽ മറ്റവർക്ക് പറ്റാതായി പോകുമോ, ഇയാൾക്കത് പിടിക്കാതെ വരുമോ എന്ന ചിന്തയില്ല. അല്ലാഹുവിന് വേണ്ടി ഹഖ് തുറന്നു പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവറുകൾ ഇബാദത്തിന്റെ വിഷയത്തിൽ പറയേണ്ടതില്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഖുർആൻ ഓത്താണെങ്കിലും മറ്റ് ഔറാദുകളാണെങ്കിലും ഇതിലെല്ലാം വളരെയേറെ ശ്രദ്ധ പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിലൂടെ നീളം കൊണ്ട് നടന്ന വലിയ മഹാനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാലോ എത്രയാണ് ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുള്ളത്, ഇത്രയെല്ലാം ദർസ് നടത്തിയ, മറ്റെല്ലാ പൊതുപരിപാടികളിൽ സംബന്ധിക്കലോടുകൂടെ ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ ഓതി തീർത്ത മഹാനരാണ്. ഖുർആൻ ഓതുന്നത് എങ്ങനെ നമുക്കറിയാം, നമ്മെ പോലെയല്ല. നമ്മുടെതൊക്കെ ഇന്നൊരിക്കെ ഒരു കാട്ടിക്കൂട്ടലായി പോയിരിക്കുന്നു. നിസ്കാരമായാലും ഖുർആൻ എല്ലാം ഉണ്ട്. നിസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, ദിക്ർ ചൊല്ലുന്നവരുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. എല്ലാം എന്നൊരു കാണിക്കുന്ന രൂപത്തിലായി മാറിയിരിക്കുന്നു. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവറുകൾ അങ്ങനെയല്ല. ചെയ്യുന്ന ഇബാദത്തിന് വളരെയേറെ ബഹുമാനം. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കി വളരെ ഭയഭക്തിയോടുകൂടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോഴൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന മഹാനാണ്, ഓതിയ മഹാനാണ്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ വേറൊരു സംസാരം ഉണ്ടാവുകയില്ല. ആ ഖുർആൻ ഓതുന്ന സമയത്ത് ആരെങ്കിലും കടന്നു വന്നാൽ അവൻ അവിടുന്ന് ആട്ടി ഓടിക്കും. അത് ആരായാലും ശരി, എത്ര വലിയ ആള് വന്നാലും ആ ഖുർആൻ മറച്ചു വെച്ച് അതിനെ കൂട്ടിവെച്ച് വന്ന ആളോട് സംസാരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളെ കാണാൻ പോകുന്ന ആളുകൾ അവസ്ഥ മനസ്സിലാക്കിയിട്ടേ പോകൂ. ഇപ്പൊ എന്താക്കുന്നുണ്ട്? ഔറാദിന്റെ സമയമാണോ, ദിക്ർ ചൊല്ലുന്ന സമയമാണോ, ഖുർആൻ ഓതുന്ന സമയമാണോ എന്ന് മനസ്സിലാക്കി പോയി സംസാരിക്കാൻ പറ്റുന്ന സമയമെങ്കിൽ മാത്രമേ അവിടത്തേക്ക് പോവുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ നോക്ക്, നമ്മുടെ അവസ്ഥ ഇന്ന് അങ്ങനെയല്ലല്ലോ. നാം ചിലപ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, കയ്യിൽ മുസാഫ് പിടിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു റിംഗ് വന്ന് അപ്പൊ തന്നെ അതവിടെ വെച്ച് അത് കൂട്ടി വെച്ച് നിർത്തി വെച്ചല്ല, ഇതിന്റെ ഇടയിൽ ഈ സംസാരിക്കും. ഞാനായാലും നിങ്ങളായാലും നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്.
ഖുർആൻ ഓതുന്നു, അതിനോട് വേണ്ടതുപോലെയുള്ള ബഹുമാനമില്ല, ആദരവില്ല. അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ മനുഷ്യരുമായിട്ടുള്ള സംസാരം ഞാൻ മുറിക്കാൻ പാടില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവറുകൾ അങ്ങനെയല്ല. ഖുർആൻ അതിനിടയിൽ ആരോടും സംസാരിക്കുകയില്ല. ഒരാൾ വന്നാൽ തന്നെ അവനോട് നാട്ടി ഓടിക്കും, അതെത്ര വലിയവരായാലും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രസിഡന്റ് ആയാലും മറ്റുള്ളവരായാലും ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളെ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ ഖാദിമിനോട് ചോദിച്ചിട്ട് അന്വേഷിച്ചേ പോകും. പെട്ടെന്ന് ഞങ്ങളെ മുദരിസാണ്, നമ്മുടെ പ്രിൻസിപ്പാളാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറിപ്പോകൂല. സന്ദർഭം നോക്കിയിട്ട് ഖാദിമിനോട് അന്വേഷിച്ചിട്ടേ പോവുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാരണം അല്ലാഹുവിനെ നല്ലോണം ഭയപ്പെട്ടു. അതുകൊണ്ട് മറ്റാരെയും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല, ആരെയും പേടിക്കേണ്ടി വന്നിട്ടില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ഒരാൾ അള്ളാഹുവിനെ വേണ്ടതുപോലെ അറിയാൽ, അള്ളാഹുവിനെ പേടിച്ചാൽ, പേടിക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഭയപ്പെട്ടാൽ ആ ആളെ എല്ലാവരും ബഹുമാനിക്കും, പേടിക്കും. എല്ലാ വസ്തുക്കളും പേടിക്കും, എല്ലാ ജീവജാലങ്ങളും പേടിക്കും. ഔലിയാക്കളുടെ അവസ്ഥ അങ്ങനെയാണ്. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാരാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നിലക്ക് ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ ഓതിയ, ഒരുപാട് സലാത്തുകൾ ചൊല്ലിയ, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതിനൊക്കെ കണക്കുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരുപാട് ഇബാദത്തിന്റെ വിഷയത്തിൽ മുന്നിൽ, ഇൽമിന്റെ വിഷയത്തിൽ മുന്നിൽ, എല്ലാ വിഷയത്തിലും വളരെ മുന്നിലായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുനാ താജുൽ ഉലമാ അവറുകൾ നമ്മെ ഇവിടെ പറഞ്ഞു പോയി. 11 വർഷമാണ്, 11ാമത്തെ ഉറൂസാണ് കഴിഞ്ഞ റബീഉൽ ആഖിറിൽ നടന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അവിടുത്തെ മദദും അവിടുത്തെ കാവലും എല്ലാ സമയത്തും നമുക്കും നമ്മുടെ നാട്ടിനും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. അങ്ങനെ നാം ഏറ്റവും കടപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകളുടെ ആ അനുസ്മരണ പടി നടത്താനും അവരുടെ മദ്ഹ് പറയാനും നാം ഏറ്റവും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഈ നാട്ടിൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതിലുള്ള എല്ലാ വർഷങ്ങളിലും നല്ല നിലക്ക് നടത്തുവാൻ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടി തീരുമാനിച്ചപ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. SYSന്റെയും SF-ന്റെയും പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പിന്നെ കുറച്ച് വയസ്സുള്ള ആളുകൾ, അവരൊക്കെ നോക്കി നേതൃത്വം നൽകുന്നത് മാത്രം. പണിയെടുക്കേണ്ടവർ നമ്മുടെ കുട്ടികളാണ്, SSF-ന്റെ യുവാക്കളാണ്, SYS-കാരാണ്. അവർക്കൊക്കെയും അല്ലാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹായിച്ചവർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ പലരുമുണ്ട്. സംഭാവനകൾ വാഗ്ദാനം ചെയ്തവരുണ്ട്, തന്നവരുണ്ട്, തരാമെന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കുമ്പോൾ കൊടുക്കാമെന്ന് കരുതി വെച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെ എല്ലാ സഹായവും ഈ പരിപാടിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സഹായിക്കണമെന്നും ഇതിനോട് സഹകരിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംഭാവനകൾ നൽകുന്ന വാഗ്ദാനം ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. മുർദക്ക് കുറെ സമയമാണല്ലോ, മുർദന്റെ ഉസ്താദന്മാരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ വേദിയിലെത്തും. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ മദക്ക തങ്ങൾ തന്നെ അറിയപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അവറുകൾ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട ചെറിയ നസീഹത്ത് പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ദുആ ചെയ്യും. ആദ്യം ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമ്മുടെ മുർദക്ക് വേണ്ടി നമുക്ക് ഈ വേദി വിട്ടുകൊടുക്കും. അല്ലാഹു തആല എല്ലാം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിന്റെ തിരുവചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.